أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين الحمد لله إذ لم يأتني أجلي حتى اكتسيت من الإسلام سربالا ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവന്റെ അടുക്കൽ പ്രതിഫലാർഹമായ സംഗമമായി സ്വീകരിക്കുമാറാകട്ടെ. മഹത്തായ ഈ വിജ്ഞാനത്തിന്റെ വേദിയിൽ സംഗമിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹ സമ്പൂർണമായ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ച ഉത്തമ സമൂഹം എന്ന തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് അനുഗ്രഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകന്റെ ജീവിതത്തിലെ ഓരോ ഏടുകളും ലോകത്തെ ഏതു കാലഘട്ടത്തിലും ജീവിക്കുന്ന മനുഷ്യർക്ക് മാതൃകയാണ്. ആ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ജീവിതത്തെ സംവിധാനിക്കുകയും വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെ പരിചയപ്പെടുത്തുകയും
ലോകത്തുള്ള മുഴുവൻ ആളുകളും ആ പ്രവാചകനെ അനുധാവനം ചെയ്യണം എന്ന് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഐഹിക ലോകത്ത് നിർവഹിച്ച ദൗത്യം? എന്തായിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച ഉത്തരവാദിത്വം? വിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ അല്ലാഹു എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന, ഓർമ്മിപ്പിക്കുന്ന അടിസ്ഥാനപരമായ സംഗതി, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും, ഉമ്മിയുകളായ നിരക്ഷരരായൊരു സമൂഹത്തിൽ, എഴുത്തും വായനയും അറിയാത്തൊരു ജനതയിൽ അവരിൽ നിന്ന് തന്നെയുള്ളൊരു പ്രവാചകനെ നിയോഗിച്ചവനാണ് അല്ലാഹു. ആ പ്രവാചകൻ വന്നുകൊണ്ട് ആ ജനതയ്ക്ക് യത്ലൂ അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്തുകളെ ഓതിക്കൊടുക്കുകയും അവർക്കിടയിൽ പാരായണം ചെയ്യുകയും, വയുസക്കീഹിം, അവരെ സംസ്കരിക്കുകയും, വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും സുന്നത്തും പ്രവാചകൻ ആ ജനതയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ആഗമനത്തിന് മുമ്പുള്ള, പ്രവാചകൻ കടന്നു വരുന്നതിന് മുമ്പുള്ള ആ ജനതയെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്, വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നതിന് മുമ്പുള്ള ജനത, പ്രവാചകന്റെ ആഗമനത്തിന് മുമ്പ് മക്കയിൽ ജീവിച്ച ആ ജനത, അവർ വ്യക്തമായ ളലാലത്തിൽ, വഴികേടിൽ കഴിഞ്ഞ ജനതയാണ്. സംസ്കാരം എന്തെന്നവർക്കൊരിക്കലും അറിയുമായിരുന്നില്ല. ഈമാൻ എന്തെന്നവർക്ക് അറിയുമായിരുന്നില്ല. വിശ്വാസം എന്തെന്നവർക്ക് തിരിച്ചറിവുണ്ടായിരുന്നില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച വ്യക്തമായ ധാരണകൾ അവർക്കുണ്ടായിരുന്നില്ല. അള്ളാഹു ഉണ്ട് എന്നവർ പറയും, അള്ളാഹു, ആ റബ്ബിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നവർ പറയും. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം റബ്ബിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുകയോ അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ അവർ കണക്കാക്കുകയോ ചെയ്യാതെ, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ എന്നല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയ, ലോകത്താദ്യമായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ പടുത്തുയർത്തപ്പെട്ട പരിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്തളങ്ങളിൽ പോലും വിഗ്രഹങ്ങളെ നാട്ടിക്കൊണ്ട് വിഗ്രഹങ്ങളെ പൂജിക്കുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുകയും അവയോട് പ്രാർത്ഥിക്കുകയും അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുകയും അല്ലാഹുവല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുകയും അല്ലാഹുവല്ലാത്തവരെ തവക്കുലാക്കുകയും ശകുനം നോക്കുകയും ഭാഗ്യ പരീക്ഷണങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ നഗ്നരായി പരിശുദ്ധമായ കഅബാലയത്തെ തവാഫ് ചെയ്യുകയും എന്ന് വേണ്ട വിശ്വാസപരമായ അങ്ങേയറ്റം രാഹിത്യം അവരെ ബാധിച്ചുവെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്ത് വന്നിട്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക് എന്ന് തൽബിയത്ത് ചൊല്ലും. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു. അല്ലാഹുവേ, നിനക്ക് യാതൊരുവിധ പങ്കുകാരുമില്ല, ഇല്ലാ ശരീകൻ, ഒരു പങ്കുകാരനൊഴികെ. എങ്ങനെയുള്ള പങ്കുകാരൻ? അതേ തംലികുഹു, നീ അവനെ അധീനമാക്കിയിട്ടുണ്ട്. വമാ മലക, അയാൾക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നീ ഉടമപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പങ്കുകാരനല്ലാതെ വേറെ ഒരു പങ്കുകാരും നിനക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശുദ്ധമായ കഅബാലയത്തെ അവർ തവാഫ് ചെയ്യുമ്പോൾ അവർ ഉരിയാനുകളായി അഥവാ വിവസ്ത്രരായി പരിപൂർണ്ണ നഗ്നരായിട്ടാണ് തവാഫ് ചെയ്തിരുന്നത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അവർ നഗ്നരായിക്കൊണ്ട് കഅബാലയത്തെ വലം വെക്കുകയാണ്. അവരെ വിളിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാം സംസാരിച്ചു. ദീൻ അവരോട് വളരെ ശക്തമായ രൂപത്തിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, ഈ രൂപത്തിൽ ഒരിക്കലും നിങ്ങൾ ഒരു പള്ളിയെയും സമീപിക്കാൻ പാടില്ലെന്ന്, നിങ്ങൾ നഗ്നരായിക്കൊണ്ടൊരിക്കലും തവാഫ് ചെയ്യരുതെന്ന്. യാ ബനീ ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, ലോകത്തെ ഏത് പള്ളിയിൽ നിങ്ങൾ പോയാലും വസ്ത്രമാകുന്ന അലങ്കാരം ധരിച്ചുകൊണ്ടേ നിങ്ങൾ പോകാവൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിക്കുകയുണ്ടായി. മാന്യ സഹോദരങ്ങളെ, മനസ്സിലാക്കണം, ഈ രൂപത്തിൽ കഅബാലയത്തെ നഗ്നരായി തവാഫ് ചെയ്തവർ
അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഗ്രഹം നാട്ടിവെച്ചിട്ട് ആ വിഗ്രഹത്തിന്റെ മുതുകത്ത് അമ്പുകൾ നിക്ഷേപിച്ചിട്ട് ആ അമ്പുകളിൽ നീ ചെയ്തോളൂ, അതല്ലെങ്കിൽ നീ ചെയ്യരുത്, അതല്ല എങ്കിൽ നീ കുറച്ചു കഴിഞ്ഞൽപ്പ താമസിച്ച് ചെയ്തോളൂ എന്ന് എഴുതിയ 3 അമ്പുകൾ നിക്ഷേപിച്ചിട്ട് ഏതൊരു കാര്യവും ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഏതൊരു കാര്യത്തിനും തുടക്കം കുറിക്കുമ്പോൾ ആ വിഗ്രഹത്തിന്റെ മുന്നിൽ വന്ന് കൈകൂപ്പി നിന്നിട്ട് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഗ്രഹത്തിന്റെ മുന്നിൽ നിന്നിട്ട് തങ്ങളുടെ ആവലാദികളും തങ്ങളുടെ വേവലാദികളും പറഞ്ഞിട്ട് അതേ കണ്ണടച്ചുകൊണ്ട് ആ 3 അമ്പിൽ നിന്ന് ഒരമ്പെടുക്കുകയാണ്. ഒരു കച്ചവടം തുടങ്ങാൻ ആരംഭിച്ചാൽ, വീട് നിർമ്മിക്കാൻ ആരംഭിച്ചാൽ, ഒന്ന് യാത്ര പോകാൻ ആരംഭിച്ചാൽ മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ ഈ രൂപത്തിൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഗ്രഹത്തിന്റെ മുന്നിൽ വന്നിട്ട് കൈകൂപ്പി നിന്നിട്ട് ആ 3 ഒരു അമ്പെടുത്തിട്ട് അതിൽ നീ ചെയ്തോളൂ എന്ന അമ്പാണ് അവർക്ക് ലഭിച്ചതെങ്കിൽ അതവർ ചെയ്യുകയും, നീ ചെയ്യരുത് എന്ന അമ്പാണ് കിട്ടിയതെങ്കിൽ അവർ ചെയ്യാതിരിക്കുകയും, ഒരൽപ്പം താമസിച്ചു ചെയ്താൽ മതി എന്ന അമ്പാണ് അവർക്ക് ലഭിച്ചതെങ്കിൽ ആ സംഗതി അവർ പിന്തിപ്പിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് അതേ വളരെ വ്യക്തമായി ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. ഈ രൂപത്തിൽ വിഗ്രഹാരാധന നടത്തിയ ജനത, ആ ജനതയോട് വളരെ ശക്തമായി ഇസ്ലാം ഇടപെടുകയാണ്. അത് അവരുടെ ആ അധർമ്മത്തെ കുറിച്ച് വളരെ വ്യക്തമായി ഇസ്ലാം അവരെ ബോധവൽക്കരിക്കുകയാണ്. ഒരിക്കലും നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഒരു മനുഷ്യൻ ഭൗതിക ലോകത്ത് വെച്ചുകൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധം എന്താണെന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവിൽ ശിർക്ക് വെക്കുക എന്നതാണ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ആരാധനകളും നേർച്ചകളും വഴിപാടുകളും അള്ളാഹുവല്ലാത്തവർക്ക് സമർപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് മനുഷ്യരെ, ഇന്ന ശിർക ലദുൽമുൻ അളീം, ശിർക്ക് മഹാപാതകമാണ്, മഹാപരാധമാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ശിർക്ക് ചെയ്യരുത് എന്ന് അവരോട് പറഞ്ഞിട്ട് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഗ്രഹമുണ്ടാക്കി. അതുപോലെ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഗ്രഹമുണ്ടാക്കി. ആ വിഗ്രഹത്തിന്റെ മുതുകത്തിൽ മുതുകത്ത് ആവനാഴി വെച്ചിട്ട് ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഗ്രഹത്തിന്റെ മുന്നിൽ പോയി കൈകൂപ്പി നിൽക്കുന്ന ആ മനുഷ്യരെ വിളിച്ചുകൊണ്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ശക്തമായി പറഞ്ഞു കൊടുക്കുന്നു, ഒരിക്കലും നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹമാകട്ടെ ഒരിക്കലും ഈ രൂപത്തിൽ ഭാഗ്യപരീക്ഷണം നടത്തിയ ആളല്ല. അദ്ദേഹം ഈ രൂപത്തിൽ ഏതെങ്കിലും വിഗ്രഹാരാധന ചെയ്ത ആളല്ല. നേരെ മറിച്ച് ശിർക്കിനെതിരെ പടപൊരുതിയ മഹാനായ വ്യക്തിത്വമാണ് അദ്ദേഹമെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ബോധവൽക്കരിക്കേണ്ടി വന്നു. വിശ്വാസപരമായി യാതൊരുവിധ ധാരണയും അവർക്കുണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, ധാർമ്മികമായ ഒരു സംസ്കാരവും അവർക്കുണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ അവസ്ഥയെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ വിരചിതമായ കവിതകളിൽ നമുക്ക് കാണാൻ കഴിയും. അഥവാ മുഅല്ലഖാത്തുകളിൽ, ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട കവിതാ സമാഹാരങ്ങളിൽ അന്നത്തെ ഒരു യുവാവിന്റെ മനസ്സ്, ആ യുവാവിന്റെ വികാരം എന്തെന്ന് വിശദീകരിച്ച് പറയുന്നത്, വലൗലാ തലാസുൻ ഹുന്ന മിൻ ഈശത്തിൽ ഫതാ വജദ്ദീക ലം അഹ്ഫിൽ മതാ ഖാമ ഉവദി ഫമിൻഹുന്ന സബ്ഖുൽ ആദിലാതി ബിശുർബത്തിൻ ഖുമൈത്തിൻ മതാ മാ തുഇല ബിൽമാഇ തുസ്ബിദി വകരി ഇദാ നാദൽ മുളാഫു മുഹന്നബ കസീദിൽ ഗള നബഹതഹുൽ മുതവരിദി വതഖസീറു യൗമ الدجن والدجن معجب ببهكانة تحت الطباء المعمدي. സഹോദരങ്ങളെ, നാം വിശദീകരിച്ചു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്ന കാലഘട്ടത്തിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി അവർക്ക് ആവശ്യമായത് 3 കാര്യങ്ങൾ മാത്രമാണ്. വലൗലാ സലാസുൻ ഹുന്ന മിൻ ഈശത്തിൽ ഫതാ, ഒരു യുവാവിന് ആവശ്യമുള്ളത് 3 കാര്യം മാത്രമാണ്. ഒന്ന്, സ്വർണ്ണ നിറമുള്ള നുരഞ്ഞു പൊന്നുന്ന മദ്യമാണ്. നുരഞ്ഞു പൊന്തുന്ന മദ്യം അത് ആവേശമായിരുന്നു അവർക്ക്. 2, പെണ്ണ്, ആ പെണ്ണിന്റെ ശരീരം ആവേശമായിരുന്നു അവർക്ക്. 3ാമതായിക്കൊണ്ട് പടക്കളങ്ങൾ, പരസ്പരമുള്ള മല്ലയുദ്ധങ്ങൾ ആവേശമായിരുന്നു അവർക്ക്. ജീവിതം അടിസ്ഥാനപരമായി ഈ 3 കാര്യങ്ങളിൽ കെട്ടിയിടപ്പെട്ട രൂപത്തിൽ അധാർമികമായ ജീവിതം അവർ നയിച്ചു. അവരുടെ ആവേശം മദ്യമായിരുന്നുവെന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ അവിടെ വേറെ തിന്മയുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം മദ്യമെന്ന് പറഞ്ഞാൽ ഉമ്മുൽ ഖബാഇസ്,
എല്ലാ തിന്മകളുടെയും ഉമ്മയാണ്, മാതാവാണ് എന്നാണ്. ഒരു സമൂഹത്തിൽ മദ്യപാനം വ്യാപകമാണെങ്കിൽ ആ നാട്ടിൽ എല്ലാ തിന്മകളും ഉണ്ടാകുമെന്നാണ്. ആ കാലഘട്ടത്തിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മദ്യം ആവേശമായിരുന്നുവെന്ന് മാത്രമല്ല, അബൂ മെഹ്ജൻ എന്ന അറിയപ്പെട്ട പ്രസിദ്ധനായ കവി, ആ കവിയുടെ കവിതാ സമാഹാരത്തിൽ 2 വരികൾ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ വസിയ്യത്താണത്. എന്തായിരുന്നു ആ 2 വരികൾ? ഇദാ മിത്തു ഫദ്ഫുന്നി അലാ ജംബി കർമതി തുറബി ഇലാമി ബഅദ മൗതി ഉറൂഖുഹാ. ഇദാ മിത്തു, ഞാൻ മരിച്ചാൽ, ഫദ്ഫുന്നി ഇലാ ജംബി കർമതി, നിങ്ങൾ എന്നെ ഒരു മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ വേണം കുഴിച്ചിടാൻ, അവിടെ വേണം എന്നെ മറമാടാൻ. കാരണം തുറബി ഇലാമി ബഅദ മൗതി ഉറൂഖുഹാ, ആ മുന്തിരിവള്ളിയുടെ താഴ്വേരുകൾ എന്റെ അസ്ഥിപഞ്ജരങ്ങളെ തലോടുമ്പോൾ അതെനിക്കൊരു ആശ്വാസമാണ്. കാരണം മരിച്ചാൽ പിന്നെ മദ്യം അത് നുകരുവാൻ എനിക്ക് കഴിയില്ലല്ലോ. ആയതിനാൽ ഈ മുന്തിരിവള്ളിയുടെ താഴ്വേരുകൾ എന്റെ അസ്ഥിപഞ്ജരങ്ങളെ തലോടുമ്പോൾ അതുകൊണ്ട് ഞാൻ ആശ്വാസം കണ്ടെത്തിക്കൊള്ളാമെന്ന് മാത്രമല്ല, തൊട്ടടുത്ത വചനത്തിൽ അദ്ദേഹം പറയുന്നത് വലാ തദ്ഫുനന്നി ബിൽ ഫലാതി ഫഇന്നനി അഖാഫു ഇദാ മാ മിത്തു അല്ലാ അദൂഖുഹാ. ഒരിക്കലും നിങ്ങൾ എന്നെ കൊണ്ടുപോയി വിജനമായൊരു സ്ഥലത്ത് മറമാടരുത്. വിജനമായൊരു പ്രദേശത്ത് ആരോരുമില്ലാത്ത, ചെടിമുളക്കാത്ത, മുന്തിരിവള്ളികളില്ലാത്ത, മുന്തിരിത്തോപ്പല്ലാത്ത വിജനമായൊരു പ്രദേശത്ത് കൊണ്ടുപോയി എന്നെ നിങ്ങൾ മറമാടല്ല മനുഷ്യരെ. കാരണം എന്താണ്? അഖാഫു ഇദാ മാ മിത്തു അല്ലാ അദൂഖുഹാ, ഞാൻ മരിച്ചാൽ പിന്നെ മദ്യം നുകരാൻ എനിക്ക് കഴിയാതെ പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് എന്നെ ഒരു മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കുഴിച്ചിടണമെന്ന മനുഷ്യൻ പാടിയെന്ന് ഇസ്ലാമിക ചരിത്രം വിശദീകരിക്കുമ്പോഴും അതുപോലെ അറബി സാഹിത്യങ്ങളെ വിശദീകരിക്കുമ്പോഴും അതേ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. ഇനി അതുമാത്രമല്ല മാന്യ സഹോദരങ്ങളെ, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 2 ഗോത്രങ്ങൾ, അസദ് ഗോത്രവും തമീം ഗോത്രവും, ആ ഗോത്രങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തിന്മ എന്തായിരുന്നു? വിശുദ്ധ ഖുർആൻ അത് എടുത്തു പറയുന്നുണ്ട്. പെൺകുഞ്ഞ് ജനിച്ചാൽ അസദ് ഗോത്രക്കാർക്ക് അത് സഹിച്ചുകൂടാ, തമീം ഗോത്രക്കാർക്ക് അത് സഹിച്ചുകൂടാ. നേരെ മറിച്ച് ഖുർആൻ അതിനെ സംബന്ധിച്ച് പറയുന്നത് വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം. ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്ന സുവാർത്ത, സന്തോഷ വാർത്ത അവർക്കറിയിക്കപ്പെട്ടാൽ അവരുടെ മുഖം വാടുകയാണ്, അവർ നിരാശരായി മാറുകയാണ്. അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടതിന്റെ അപമാനഭാരമോർത്തിട്ട് അവർ ജനങ്ങളിൽ നിന്ന് അകന്നു താമസിക്കുകയാണ്. എന്നിട്ട് അവർ ആലോചിക്കുന്നു, അവർ ചിന്തിക്കുന്നു, എല്ലാ അപമാനവും സഹിച്ചിട്ട് ഈ പെൺകുഞ്ഞിനെ വളർത്തണോ അതോ ഈ പെൺകുഞ്ഞിനെ കുഴിച്ചു മൂടണോ എന്നവർ ചിന്തിക്കുകയാണ്. അവസാനം ആ പിഞ്ചോമനയെ, സ്വന്തം ചോരയിൽ പിറന്ന പെൺകുഞ്ഞിനെ കുഴിച്ചുമൂടാൻ അവർ തീരുമാനിക്കുമായിരുന്നു. ഖുർആൻ നോക്കി പറഞ്ഞു അലാ സാഅ മാ യഹ്കുമൂൻ, അവരുടെ തീരുമാനം എത്ര മോശമായ തീരുമാനമാണ്. ഈ രൂപത്തിൽ സ്വന്തം മക്കളെ, പിഞ്ചോമനകളെ കുഴിച്ചുമൂടിയ ജനത, മദ്യത്തിൽ ആറാടിയ ജനത, കൊലപാതകങ്ങളും കൊള്ളിവെപ്പും കൈമുതലാക്കിയ ജനത, സംസ്കാരമില്ലാത്ത ജനത, വിശ്വാസമില്ലാത്ത ജനത, മരുപ്പച്ചകളിൽ നിന്ന് മരുപ്പച്ചകളിലേക്ക് മാത്രം യാത്ര ചെയ്യാൻ അറിയുന്ന ജനത, മാത്രമല്ല ഷാമിലേക്കും യമനിലേക്കും നടത്തിയ കച്ചവടത്തിൽ മാത്രം അഭയം കണ്ട ജനത, ഈ രൂപത്തിൽ സർവ്വവിധ തെമ്മാടിത്തരങ്ങളും തോന്നിവാസങ്ങളും കൈമുതലാക്കിയ ജനതക്കിടയിലേക്ക് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നിട്ട് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുകയാണ്. അവരുടെ വിശ്വാസം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അവരുടെ ഈമാൻ അവർക്കിടയിൽ വിശദീകരിക്കുകയാണ്. ഓ മനുഷ്യരെ, നിങ്ങളുടെ ജീവിതം വെറുതെയല്ല എന്നവരോട് പറയുകയാണ്. ഭൗതിക ലോകത്തെ ജീവിതം അത് നിസാരമല്ല, അത് കളിയല്ല, അത് തമാശയല്ല. ഭൗതിക ലോകത്ത് നിങ്ങൾ കഴിച്ചുകൂട്ടുന്ന നിസാരമായി കാലയളവ് അത് നിസാരമായി ഗണിച്ച് തള്ളിക്കളയാനുള്ളതല്ല. നേരെ മറിച്ച് അതിനർത്ഥമുണ്ട്, ജീവിതത്തിന് അർത്ഥമുണ്ട്.
ജീവിതം അത് വേണ്ട വിധത്തിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. മരണം നിങ്ങൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണെങ്കിൽ, മരണം നിങ്ങൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണെങ്കിൽ, എല്ലാവരും മരിക്കുമെന്നത് സത്യമാണെങ്കിൽ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണം ആസ്വദിക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ട് തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്ന വാചകം, ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. മനുഷ്യരെ മരിച്ചു കഴിഞ്ഞാൽ അതോടെ ജീവിതം അവസാനിക്കുന്നില്ല, അതോടെ എല്ലാം തീർന്നു പോകുന്നില്ല. നേരെ മറിച്ച് ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഷ്ഠിച്ച പ്രവർത്തനങ്ങൾക്കുള്ള പരിപൂർണമായ പ്രതിഫലം നൽകപ്പെടുന്നത് ഖിയാമത്ത് നാളിലാണ്, അല്ലാഹുവിന്റെ മുന്നിലാണ്. ഖിയാമത്ത് നാളിലാണ് നിങ്ങൾക്കുള്ള പ്രവർത്തനങ്ങളുടെ പ്രതിഫലം പരിപൂർണമായി നൽകപ്പെടുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കണം, അറിയണം. ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്ന, ഭൗതിക ലോകത്ത് അതെ നല്ല ജീവിതം നയിച്ച് അല്ലാഹുവിന്റെ മുന്നിൽ നല്ലവരായി ഹാജരാക്കപ്പെട്ട് അങ്ങനെ ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്, ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ, അവനാണ് വിജയിച്ചവൻ, അവനാണ് വിജയിച്ചവൻ. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഭൗതിക ലോക ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാണ്. ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കുന്ന വിഭവം മാത്രമാണ്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ അവര് മാറി നിന്ന് കാതോർക്കുകയാണ്. ചിലർക്കത് അസഹനീയമായി തോന്നുന്നു, ചിലർക്കത് ആകർഷണീയമായി തോന്നുന്നു. അവർ കാതോർക്കുകയാണ്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ അത് വഞ്ചനയുടെ വിഭവം മാത്രമാണ്. എന്നാൽ കണ്ണു കാണാത്ത മനുഷ്യരുണ്ട് ദുനിയാവിൽ. കണ്ണു കാണുകയില്ലെന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണിന്റെ ആ നേർക്ക് നേരെയുള്ള കാഴ്ചയില്ല എന്ന അർത്ഥത്തിലല്ല, നേരെ മറിച്ച് ഉൾക്കണ്ണിന് കാഴ്ചയില്ലാത്ത മനുഷ്യർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുന്നത്, അവർ മനസ്സിലാക്കുന്നത് ഈ ദുനിയാവാണ് എല്ലാമെന്നാണ്, ഇവിടെയാണ് നേട്ടമുണ്ടാക്കേണ്ടത് എന്നാണ്, ഇവിടെയാണ് കൊട്ടാരം പണിയേണ്ടത് എന്നാണ്, ഇവിടെയാണ് നേട്ടങ്ങൾ കൊയ്യേണ്ടത് എന്നാണ്. അതേ അന്ധരായ മനുഷ്യർ, ഉൾക്കണ്ണിന് കാഴ്ചയില്ലാത്ത മനുഷ്യർ മനസ്സിലാക്കുക. എന്നാൽ മാന്യ സഹോദരങ്ങളെ, ഭൗതിക ലോകം ഒരാൾക്കും ഒന്നും കൊടുക്കുന്നില്ല, ദുനിയാവ് ഒരാൾക്കും ഒന്നും കൊടുക്കുന്നില്ല. മഹാനായ ഹാറൂൻ റഷീദ് എന്ന ഭരണാധികാരി, ആ ഭരണാധികാരി നാട് ഭരിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്റെ നാട്ടിലുള്ള പൗരപ്രമാണിമാരെ തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ മനോഹരമായ കൊട്ടാരം നന്നായി അലങ്കരിച്ചിട്ട് വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയിട്ട് എല്ലാ നിലക്കും തന്റെ പ്രതാപം പ്രകടിപ്പിച്ചിട്ട് ഹാറൂൻ റഷീദ് തന്റെ സിംഹാസനത്തിൽ കയറിയിരുന്നിട്ട് ആ കാലഘട്ടത്തിലെ അറിയപ്പെട്ട കവിയായ അബു അത്താഹിയ എന്ന കവി വിളിച്ചിട്ട് പറഞ്ഞു, ഓ അബു അത്താഹിയ, നിന്റെ കവിതയിലുള്ള എല്ലാ കഴിവും ഉപയോഗിച്ചിട്ട് നന്നായി ഒന്ന് വർണ്ണിക്കൂ, എനിക്ക് ഭൗതിക ലോകത്തുള്ള ഈ സുഖ സൗകര്യങ്ങളെ കുറിച്ച് ഒന്ന് വർണ്ണിക്കൂ അബു അത്താഹിയ എന്ന് ഹാറൂൻ റഷീദ് അബു അത്താഹിയ എന്ന അറിയപ്പെട്ട കവിയോട് പറഞ്ഞപ്പോ ആ സദസ്സിന്റെ മുന്നിലേക്ക് ആ കവി എഴുന്നേറ്റ് നിന്നിട്ട് ഉറക്കെ പാടി, ഓ ഹാറൂൻ, ഈ മനോഹരമായ കൊട്ടാരം നിനക്ക് സമാധാനമാകും, നിനക്ക് ശാന്തിയാകും, നിനക്ക് സുന്ദരമായി അനുഭവപ്പെടുമെന്ന് നിന്റെ മനസ്സിൽ വിചാരമുള്ള കാലത്തോളം ആ കൊട്ടാരത്തിന്റെ തണൽ നീ ജീവിച്ചോളൂ ഹാറൂൻ, നീ സുഖിച്ചോളൂ ഹാറൂൻ, ഇവിടെ നീ താമസിച്ചോളൂ ഹാറൂൻ എന്ന് പറഞ്ഞിട്ട് അബു അത്താഹിയ പാട്ട് നിർത്തിയപ്പോ ഹാറൂൻ റഷീദ് പറയുന്നു, അഹ്സൻ, നന്നായിട്ടുണ്ട്. തുമ്മമാതാ, ഇനി എന്താ പറയാനുള്ളത്, പാടൂ ഞാൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോ അബു അത്താഹിയ എന്ന കവി, ആ കവി അവിടെ വെച്ചുകൊണ്ട് പാടി, അല്ല ഹാറൂൻ, യുസ്ആ അലൈക ബിമസ്തഹൈത് ലദർറവാഹി വഫിൽ ബുകൂർ, രാപ്പകൽ ഭേദമെന്നെ ഓ ഹാറൂൻ, നീ ആഗ്രഹിക്കുന്നതെല്ലാം നിന്റെ ചുറ്റുവട്ടത്തുമുള്ള പരിവാരങ്ങൾ, നിന്റെ തോഴന്മാർ, നിന്റെ തോഴിമാർ നിനക്ക് വേണ്ടി എത്തിച്ചു തരികയാണല്ലോ. രാത്രിയിൽ നീ ഒന്ന് ആഗ്രഹിച്ചാൽ നിനക്ക് വേണ്ടി അത് ഒരുക്കപ്പെടുകയാണല്ലോ. പകൽ നീ ഒന്ന് കൊതിച്ചാൽ അതും നിനക്ക് വേണ്ടി ഒരുക്കപ്പെടുകയാണല്ലോ. രാപ്പകൽ ഭേദമില്ലാതെ സർവ്വതും നിനക്ക് വേണ്ടി ഇവിടെ തയ്യാർ ചെയ്യപ്പെടുകയാണല്ലോ എന്ന് പാടി ആ കവി പാട്ട് നിർത്തിയപ്പോൾ വീണ്ടും ഹാറൂൻ റഷീദ് പറയുകയാണ്, വീണ്ടും നന്നായിട്ടുണ്ട്, പിന്നെ എന്താ പറയൂ, കേൾക്കട്ടെ എന്ന് ഹാറൂൻ റഷീദ് അബു അത്താഹിയ എന്ന കവിയോട് പറഞ്ഞപ്പോൾ
ഒരൽപ്പം ചിന്തിച്ചിട്ട് ഒരൽപ്പനേരം ആലോചിച്ചിട്ട് ആ കവി ഉറക്കെ പാടി ഫഇദൻ നുഫൂസു തകഅത് ഫീ ലീകി ഹസ്റജതി സുദൂർ ഫഹുനാക തഅലമു മുഖിനൻ മാ കുന്ത ഇല്ലാ ഫീ ഗുറൂർ. ഓ ഹാറൂൻ, ഇനി എന്താ ഞാൻ നിന്നെ കുറിച്ച് പാടേണ്ടത്? ഇനി എന്താ നിന്നെ കുറിച്ച് വർണ്ണിക്കേണ്ടത്? ഈ വിശാലമായ കൊട്ടാരം നിന്റേതാണ്, ഇതിലുള്ള സൗകര്യങ്ങൾ മുഴുവനും നിനക്കുള്ളതാണ്. ഇനിയും പറയണമെന്നാണ് നീ എന്നോട് ആവശ്യപ്പെടുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് ഓ ഹാറൂൻ, നിന്റെ റൂഹ് അത് തൊണ്ടക്കുഴിയിൽ വന്ന് ഉടക്കുന്ന സമയം, അത് ഹൃദയത്തിൽ നെഞ്ചകത്തെ വേദനിപ്പിച്ച് തൊണ്ടക്കുഴിയിൽ ഉടക്കുന്ന സമയത്ത് ആ ഘട്ടത്തിൽ നീ അറിയുക തന്നെ ചെയ്യും ഹാറൂൻ, ഉറപ്പായും നിനക്ക് മനസ്സിലാവുക തന്നെ ചെയ്യും ഹാറൂൻ. എന്ത്? മാ കുന്ത ഇല്ലാ ഫീ ഗുറൂർ. നീ താമസിച്ച കൊട്ടാരം അത് വഞ്ചനയായിരുന്നു, നിന്റെ പരിവാരങ്ങൾ അത് വഞ്ചനയായിരുന്നു, നിന്റെ പട്ടാളം അത് വഞ്ചനയായിരുന്നു, നിന്റെ സിംഹാസനം അത് കേവലം വഞ്ചനയായിരുന്നുവെന്ന് ആ മരണം നിന്റെ തൊണ്ടക്കുഴിയിലെത്തുന്ന സമയത്ത് നിനക്ക് മനസ്സിലാകും ഹാറൂൻ എന്ന് പറഞ്ഞപ്പോൾ ഹാറൂൻ, ആ ചക്രവർത്തി ആ സിംഹാസനത്തിലിരുന്ന് പൊട്ടിക്കരഞ്ഞുവെന്ന് ചരിത്രത്തിൽ കാണാമെങ്കിൽ അതുവരെ അന്ധരായിരുന്ന, അതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ചിന്തിച്ചിട്ടില്ലാത്ത മേഖലയിലേക്ക് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജനതയുടെ ചിന്തയെ വിളിച്ചുകൊണ്ട് വരികയാണ്. ജനങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, എന്തിനാ നിങ്ങൾ ജീവിക്കുന്നത്? എന്താണ് നിങ്ങൾ ഭൗതിക ലോകത്ത് പ്രവർത്തിക്കുന്നത്? എന്താണ് ജീവിതത്തെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ഈ ലോകത്തുള്ള കളിയല്ല, തമാശയല്ല, ആനന്ദമല്ല, ഈ ലോകത്തെ സുഖ സൗകര്യങ്ങളല്ല മനുഷ്യരെ ജീവിതം. നേരെ മറിച്ച് ഭൗതിക ലോകത്ത് നല്ലവരായി ജീവിച്ചിട്ട് നാളെ റബ്ബിന്റെ മുന്നിൽ സമ്പാദിക്കുന്നവനാരോ അവനാണ് നല്ല ജീവിതം നയിച്ചവൻ. അൽ കയ്യിസ് മൻ ദാന നഫ്സഹു അമില ലിമാ ബഅദൽ മൗത്ത്. മരണാനന്തര ജീവിതത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ആരാണോ പ്രവർത്തിച്ചത് അവനാണ് യഥാർത്ഥ ബുദ്ധിമാനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വിശദീകരിച്ചു കൊടുത്തപ്പോഴോ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകാൻ തുടങ്ങി. അവർക്ക് ജീവിതത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. എന്തിനാണ് ജീവിതമെന്ന അടിസ്ഥാന ആദർശം അവർ മനസ്സിലാക്കുകയാണ്. പ്രവാചകൻ അവർ കാതോർക്കുകയാണ്. അതാണ് മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഇന്നമാ നസല അവ്വല മാ നസല മിൻഹു സൂറ മിനൽ മുഫസ്സർ സൂറത്തും മിനൽ മുഫസ്സൽ. ആദ്യം അഥവാ വഹയിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആനിൽ നിന്ന് അവതരിച്ചത് മുഫസ്സലുകളായ സൂറത്തുകളാണ്. മുഫസ്സലുകളായ സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ അധ്യായങ്ങൾ, വിശുദ്ധ ഖുർആനിലെ ചെറിയ ചെറിയ അധ്യായങ്ങൾ. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ എന്ന ഖാരിഅ പോലെ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ എന്ന സിൽസാൽ പോലെ, അതുപോലെ അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ എന്ന തകാസുർ പോലെ ചെറിയ ചെറിയ അധ്യായങ്ങൾ ആദ്യം അവതരിച്ചു. അതിലെന്താ പറഞ്ഞത്? ഫിഹാ ദിക്റുൽ ജന്നതി വന്നാർ, സ്വർഗ്ഗ നരകങ്ങളെ പറ്റിയാണ് ഇതിൽ വിശദീകരിക്കുന്നത്. അത് ഞങ്ങൾ കേട്ടു, സാഗൂതം അത് കേട്ടു. അങ്ങനെ ഞങ്ങൾ അതിലേക്ക് മനസ്സെടുത്തവരായി. അങ്ങനെ ഇസ്ലാം, ആളുകൾ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ നസലൽ ഹലാലു വൽ ഹറാം, പിന്നെ അല്ലാഹു ഹലാൽ ഹറാമുകളെ ഇറക്കി കൊടുത്തു. വലൗ നസല അവ്വല ശൈഇൻ ലാ തശ്റബുൽ ഖംറ ലഖാലു ലാ നദഉൽ ഖംറ അബദാ. ആദ്യമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ ജീവിതം എന്തെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താതെ നേരെ വന്നിട്ട് ഞങ്ങളോട് കള്ളു കുടിക്കരുത് എന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ഞങ്ങൾ പ്രവാചകനോട് തിരിച്ചു പറയുമായിരുന്നു, ലാ നദഉൽ ഖംറ അബദാ, ഒരിക്കലും ഞങ്ങൾ കള്ളുകുടി ഒഴിവാക്കില്ല എന്ന്. കാരണം എന്തുകൊണ്ടാണ് നബി അത് പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ആദ്യം തന്നെ നബി ഞങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞത്, ലഖാലു, പ്രവാചകൻ പറഞ്ഞത് ലാ തസ്നു, ലാ തസ്നു, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ലഖാലു ലാ നദഉ സിനാ അബദാ, ഞങ്ങൾ പ്രവാചകനോട് തിരിച്ചു പറയുമായിരുന്നു, ഞങ്ങൾ ഒരിക്കലും വ്യഭിചാരം ഉപേക്ഷിക്കില്ല എന്ന്.
പക്ഷേ മുഹമ്മദ് നബി വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞപ്പോ, വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുതെന്ന് റസൂലുള്ള പറഞ്ഞപ്പോ, വ്യഭിചാരത്തിൽ നിന്ന് ഞങ്ങൾ മാറി നിന്നതും, പ്രവാചകൻ കള്ളു കുടിക്കരുത് ഇനി എന്ന് പറഞ്ഞപ്പോൾ, മദ്യം ഉപേക്ഷിക്കണമെന്ന് കൽപ്പിച്ചപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള മദ്യത്തിന്റെ ചഷകം ദൂരേക്ക് വലിച്ചെറിഞ്ഞതും, പ്രവാചകൻ നിങ്ങളുടെ പെൺമക്കളെ കൊല്ലരുതെന്ന് പറഞ്ഞപ്പോൾ ആ പിഞ്ചോമനകളെ വാരിയിട്ട് ഞങ്ങൾ മുത്തം കൊടുത്തതും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച്, ഞങ്ങൾ നേരിടാവുന്ന അവസ്ഥയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ ബോധ്യപ്പെടുത്തി തന്നത് കൊണ്ടാണെന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞുവെങ്കിൽ, പഠിപ്പിച്ചുവെങ്കിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജനതയുടെ മനസ്ഥിതി മാറ്റിയെടുക്കുകയായിരുന്നു. അവരുടെ മനസ്സിനെ പരിവർത്തിപ്പിക്കുക, അതാ ഇസ്ലാം ചെയ്തത്. വ്യവസ്ഥിതി മാറ്റുകയല്ല. അങ്ങനെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോയി. മനുഷ്യൻ നന്നാകാൻ വ്യവസ്ഥിതി മാറ്റണം, ഭരണം മാറ്റണം. അല്ല, ഇസ്ലാം അതല്ല ചെയ്തത്. ആദ്യം തന്നെ നബി വന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് അധികാരം പിടിച്ചടക്കി, അധികാരത്തിന്റെ ദണ്ടുകൊണ്ട് നിയമം പാസാക്കി, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറയല്ലേ. നേരെ മറിച്ച് മനുഷ്യന്റെ മനസ്ഥിതി മാറ്റാൻ, മനസ്സിനെ ശുദ്ധമാക്കുകയാണ്, ഹൃദയത്തെ പവിത്രമാക്കുകയാണ്. അതാണ് വേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു, മനുഷ്യൻ നന്നാകാൻ ഏക വഴി, മനുഷ്യൻ നന്നാകാനുള്ള വഴി എന്താ? ഇന്ന ഫിൽ ജസദി മുദ്അ, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ട്രമുണ്ട്. ഇദാ സലുഹത് സലുഹൽ ജസദു കുല്ലു, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു പോയി. അങ്ങനെ ഒരു മാംസകഷ്ട്രം മനുഷ്യന്റെ ശരീരത്തിലുണ്ട്. അലാ വഹിയൽ ഖൽബ്, അറിയണം, അത് ഹൃദയമാണ്. അത് ഹൃദയമാണ്. ആ മനസ്സിനെ ശുദ്ധമാക്കി. എന്തുകൊണ്ടാ ശുദ്ധമാക്കിയത്? സ്വന്തമായി പഠിച്ചുണ്ടാക്കിയ തിസീസുകളാണോ? അല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുക്ക് വായിച്ച് പഠിച്ചുണ്ടാക്കിയതാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോക ചരിത്രം പഠിച്ച്, കഴിഞ്ഞ പുരാണങ്ങൾ വായിച്ച്, പുരാണോതിഹാസങ്ങളിൽ ആണ്ട് അതിലുള്ള മൊഴിമുത്തുകൾ പെറുക്കിയെടുത്ത് അങ്ങനെ പ്രസംഗിച്ചതാണോ? അല്ല. നേരെ മറിച്ച് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി എന്താണോ അത് ജനങ്ങളോട് പറഞ്ഞു. എന്താണോ വഹി അത് ജനങ്ങളോട് പറഞ്ഞു. അതിന് മാറ്റില്ല, അതിൽ വളച്ചുകെട്ടലില്ല, അത് തിരിച്ചു കൊണ്ടുപോയില്ല. നേരെ മറിച്ച് അള്ളാഹുവിങ്കൽ നിന്ന് അവതരിക്കുന്ന വഹിയിനെ നേർക്ക് നേരെ പ്രവാചകൻ ജനങ്ങൾക്ക് ഓതിക്കൊടുത്തു. ആരുടെയും മുഖം നോക്കിയില്ല, ആരുടെയും അഭിപ്രായം കേട്ടില്ല. അത് പറഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ചില്ല. എത്രത്തോളം വിശുദ്ധ ഖുർആനിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനീ ദഅവത്ത് നടത്തുന്നതിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അങ്കുലി പരിമിതരായ ആളുകൾ മാത്രം വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന കാലഘട്ടത്തിൽ അവതരിച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്താണ് ലഹബ്, അല്ലെങ്കിൽ മസദ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന സൂറത്ത്. ആ സൂറത്തിൽ എന്താ അല്ലാഹു പറയുന്നത്? തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹംനാലതൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. അബൂ ലഹബിന്റെ ഇരുകരങ്ങളും നശിക്കട്ടെ എന്നാണ്. അത് നശിച്ചിരിക്കുന്നു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, ആ അബൂ ലഹബിന്റെ സമ്പത്തോ അവന്റെ തറവാടിത്തമോ അവന് ഉപകരിക്കില്ല. സയസ്ലാ നാറൻ ദാത ലഹബ്, വടിയെ കത്തിയാളുന്ന നരകത്തിൽ അവൻ കടന്നരിയുക തന്നെ ചെയ്യും. അവൻ മാത്രമല്ല വംറഅതുഹു, അവന്റെ ഭാര്യയുമെന്ന വിശുദ്ധ ഖുർആനിലെ അധ്യായം അങ്ങനെ അവതരിക്കുമ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓതിക്കൊടുക്കുകയാണ്. അബൂ ലഹബ് ആരാ? നബിയുടെ ഉപ്പയുടെ സഹോദരനാണ്. ഒന്ന്, കുടുംബക്കാരൻ, അടുത്ത കുടുംബ ബന്ധമുള്ള ആള്. രണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കൾ അബൂ ലഹബിന്റെ വീട്ടിലുണ്ട്. അപ്പോ 2 പെൺകുട്ടികൾ അബൂ ലഹബിന്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ അബൂ ലഹബിന്റെ 2 മക്കളായ ഉത്ബയും ഉതൈബയും 2 മക്കൾ. ആ 2 പേർ റസൂലുള്ളാഹിയുടെ 2 പെൺമക്കളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. എന്റെ 2 പെൺമക്കൾ അവിടെ താമസിക്കുന്നുണ്ട്, ഞാൻ ഈ ആയത്ത് ഓതിയ പ്രശ്നമാകും എന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചിട്ടില്ല, മറച്ചു വെച്ചില്ല. ആയത്ത് അവതരിച്ചപ്പോ ഓതിക്കൊടുത്തു. എന്താ സംഭവിച്ചത്? അബൂ ലഹബിന് അരിശം പൂണ്ടു, ഭാര്യ ഇളകി മറിഞ്ഞു. എന്നിട്ടോ മക്കൾ വിളിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദിന്റെ മക്കളെ വേഗം വീട്ടിലേക്ക് വിട്ടോണം എന്ന് പറഞ്ഞു. തലാഖ് ചൊല്ലി പറഞ്ഞു വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് 2 പെൺമക്കൾ കടന്നു വന്നു, തിരിച്ചു വന്നു. ഭർത്താവ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഉത്ബയും ഉതൈബയും ആ പെൺകുട്ടികളെ, റസൂലുള്ളാഹിന്റെ പൊന്നാര മക്കളെ തലാഖ് ചൊല്ലി പറഞ്ഞു വിട്ടു. മനസ്സിലാക്കണം. പക്ഷെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് സംഭവിക്കുമെന്ന് പ്രാഥമികമായി ഏതൊരാൾക്കും അറിയാം. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് പറയണ്ടെന്ന് തീരുമാനിച്ചോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി അവതരിക്കുമ്പോ
ഖുർആൻ ഓതിക്കൊടുക്കുമ്പോ ഖുർആന്റെ ആയത്തുകൾ ഇങ്ങനെ ആളുകൾക്ക് നബി വിശദീകരിച്ചു കൊടുക്കുമ്പോ ചെല്ലു വന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ എങ്ങനെ, ഒരൽപ്പൊന്ന് മയപ്പെടുത്താമോ, കുറച്ചൊന്ന് മയപ്പെടുത്തി തരാമോ എന്ന് അവർ ചോദിച്ചത്. ഖുർആൻ പറഞ്ഞു, അവർ കൊതിക്കുകയാണ്, നീയൊന്ന് മയപ്പെടുത്തിയാൽ അല്ലെങ്കിൽ താങ്കളൊന്ന് മയപ്പെടുത്തിയാൽ അവർക്കും ഒന്ന് മയപ്പെടുത്താമായിരുന്നു എന്നവർ കൊതിക്കുകയാണ്. പക്ഷെ താങ്കൾ മയപ്പെടുത്തുന്നില്ല, അതൊരു പ്രശ്നമാണ്. മാത്രമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് വന്നിട്ട് പറയുകയാണ്, വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിന്റെ 15-ാം ആയത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്? വൈദാ തുത്ലാ അലൈഹിം ആയാതുനാ ബയ്യിനാത്, നമ്മുടെ സുവ്യക്തങ്ങളായ ആയാത്തുകൾ അവർക്കിടയിൽ പാരായണം ചെയ്യപ്പെട്ടാൽ ഖാലല്ലദീന ലാ യർജൂന ലിഖാഅന ബിഖുർആനിൻ ഗൈരി ഹാദാ ഔ ബദ്ദിൽ, പരലോകത്തെ പ്രതീക്ഷിക്കാത്ത പടച്ചവനെ പേടിയില്ലാത്ത ചില ആളുകൾ വന്നിട്ട് നബിയെ തങ്ങളോട് പറയുന്നു, ഓ മുഹമ്മദ് ഈ ഖുർആൻ ഒന്ന് മാറ്റിക്കൊണ്ടുവാ, ഇത് അങ്ങനെ തന്നെ സ്വീകരിക്കാൻ പറ്റൂല എന്ന്, അതല്ലെങ്കിൽ വേറൊരു ഖുർആൻ ഞങ്ങൾക്ക് കൊണ്ടുത്താ എന്ന്, ഒന്നുകിൽ വേറൊരു ഖുർആൻ അല്ലെങ്കിൽ ഉള്ള ഖുർആൻ ഒന്ന് മാറ്റിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ റസൂലുള്ളാഹിയെ സമീപിച്ചപ്പോ അവരോട് മറുപടി പറയാൻ അല്ലാഹു പ്രവാചകനോട് പറഞ്ഞത് എന്താ? ഖുൽ മാ യകൂനു ലി